ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നൊയമ്പിൻ്റെ 35-ാം ദിവസമായ ഇന്ന് വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 12:20-26. ഇന്ന് വേർതിരിച്ചിരിക്കുന്ന ചിന്താവിഷയം ബോഡി ആസ് സീഡ്. ദൈവജനം ദൈവത്തോടുകൂടെ നടക്കുന്നവരായിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ചലിക്കുന്നവരായിരിക്കണമെന്നുമാണ് ഈ ദൈവജനത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 40 വർഷം ദൈവം അവരെ സജ്ജമാക്കുവാൻ എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് യാത്ര ചെയ്യുവാൻ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടതായി ഉണ്ടെന്നുള്ളതാണ് ഈ വേദഭാഗത്തിൻ്റെ ചിന്തകൾ. ഒന്നാമതായി, പെരുന്നാളുകളുടെ നാഥനെ കണ്ടെത്തേണ്ട സമയമാണ്. 20-ാം വാക്യത്തിൽ പറയുന്നു, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. അറിവിൻ്റെ നിറകുടങ്ങളാണ് യവനന്മാർ എന്ന് പറയുന്നത്. ഇവിടെ പെസഹയുടെ സമയത്താണ് യവനന്മാർ യെരുശലേമിലേക്ക് എത്തിച്ചേരുന്നത്. അവർ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്നിട്ട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ക്രിസ്തുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അവർ ഒരു വലിയ ചിന്തയാണ് പങ്കുവെക്കുന്നത്. ഇതുവരെ കേട്ടറിഞ്ഞ സത്യത്തെ നേരിട്ട് കാണുവാൻ അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. പെരുന്നാളുകളിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ടാകാം. അവർക്കൊന്നും ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ യവനന്മാർക്ക് ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പെരുന്നാളുകളിൽ മയങ്ങിപ്പോകാതെ പെരുന്നാളുകളുടെ നാഥനെ അന്വേഷിക്കേണ്ട സമയമാണ്. രണ്ടാമതായി, ദൈവജനം പഠിപ്പിക്കുന്നത് അപരനെ കൂടെ കൂട്ടേണ്ട സമയമാണ്. ഇവിടെ ഫിലിപ്പോസിന്റെ അടുക്കലാണ് യവനന്മാർ വരുന്നത്. അവർ അവരുടെ ആഗ്രഹം ഫിലിപ്പോസിനെ അറിയിക്കുന്നു. ഇവിടെ 22-ാം വാക്യത്തിൽ പറയുന്നു, ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അന്ത്രയോസ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ പാതി വഴിയിൽ ഫിലിപ്പോസിനെ ഉപേക്ഷിച്ചു പോകുവാൻ അന്ത്രയോസ് തയ്യാറായിരുന്നില്ല. ഓരോ വ്യക്തിയും ശ്രേഷ്ഠനെന്നും എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ളവനാണെന്നും ആ കണ്ണുകൊണ്ട് വേണം നമ്മൾ ആ വ്യക്തിയെ കാണണമെന്നും നമ്മൾ അന്ത്രയോസിലൂടെ ഈ വേദഭാഗത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ കൂടെയുള്ളവർക്ക് അർഹമായ പരിഗണന കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ കാഴ്ചകളെ വിശാലമാക്കേണ്ട സമയം ആയെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി 23-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. സ്വയം വെറുമയാകുന്നതാണ് ശ്രേഷ്ഠമായ കാര്യമെന്ന് യേശു ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നു, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. അത്ഭുതങ്ങളെ കാണിക്കുന്നതല്ല എൻ്റെ നാഴികയെന്നും സ്വയം വെറുമയാകുന്നതിനുള്ള സ്ഥിതിവിശേഷമാണ് എൻ്റെ നാഴികയെന്നും ക്രിസ്തു ഈ വേദഭാഗത്തിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നതല്ല, കൂടുതൽ ഫലം കായ്ക്കുക എന്ന ആഗ്രഹമാണ് ദൈവജനത്തിന് ഉണ്ടാകേണ്ടത്. കൂടുതൽ ഫലം കായ്ക്കണമെങ്കിൽ സ്വയം വെറുമയാകാൻ നമുക്ക് സാധിക്കണം. സ്വയം വെറുമയാകുന്നതിനുള്ള ക്ഷണമാണ് ദൈവജനത്തിനുള്ളത്. അതിനുള്ള ഒരു ഉപമയായിട്ട് ക്രിസ്തു പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഗോതമ്പ് മണി അങ്ങനെ തന്നെ ഇരുന്നാൽ അതിൽ നിന്ന് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. പത്തായത്തിൽ നിറച്ചു വെക്കുവാൻ മാത്രമേ സാധിക്കൂ. മറ്റുള്ളവരുടെ മുമ്പിൽ മേനി നടിക്കുവാൻ മാത്രമേ സാധിക്കൂ. എന്നാൽ അത് മണ്ണിലെറിഞ്ഞാൽ അത് മുളച്ച് നല്ല ഫലം കായ്ക്കുവാൻ ഇടവരും. ഇന്ന് സുരക്ഷിത സ്ഥാനങ്ങൾ തേടി പോകുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളിൽ നിന്ന് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. ഫലം കായ്ക്കണമെങ്കിൽ നിർവ്യാജമായ സ്നേഹത്തിലൂടെ സ്വയം വെറുമയാകുവാനായിട്ട് സാധിക്കണം. കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിനല്ലാതെ ആർക്കും ഇപ്രകാരം പറയുവാൻ സാധിക്കുകയില്ല. തുടർന്ന് ക്രിസ്തു പറയുന്നു 25-ാം വാക്യത്തിൽ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ജീവനല്ല, ജീവൻ തന്ന ദൈവത്തിൻ്റെ ദൗത്യമാണ് പ്രാധാന്യമെന്ന് ക്രിസ്തു പറയുന്നു. ഇന്ന് ദൈവജനമായ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുവാനാണോ അതോ കൂടുതൽ ഫലം കായ്ക്കുവാനാണോ ശ്രമിക്കുന്നത്?
അതുപോലെ തന്നെ 26-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാരായി തീരുവാൻ ഈ വേദഭാഗത്തിലൂടെ നമ്മെ വെല്ലുവിളിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവജനമായി തീരുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവേ, ഗോതമ്പ് മണി പോലെ 100 മേനി ഫലം കായ്ക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനായി കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും വെറുമയായി ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ തിരുത്തേണ്ടതിനെ തിരുത്തുവാനും ഇടയാക്കണമേ. ആമേൻ.